എന്താ കൂട് പറയണേ? ആണോ? ആദ്യം പോരുന്നില്ല എന്ന് പറഞ്ഞേ? ആണോ? നമുക്ക് പോവാ. എന്നാ ഹായ് കൂട്ടുകാരേ എന്ന് പറ. ഹായ് കൂട്ടുകാരേ. കൂട്ടുകാരേ വിക്കി വാ. ഹായ്. ഇവിടെ എനർജറ്റിക് ആയിട്ട് ഒരാളുണ്ട്. അയാൾ ഇതൊക്കെ വരും. അയാളെ എൻട്രി വളരെ വടാ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു എന്താ പറയുക, കുറച്ച് ദിവസമായി ഞങ്ങളിങ്ങനെ ഈ ഒരു സന്തോഷത്തിലാട്ടോ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരു അവധി കിട്ടി. ഞങ്ങളെല്ലാ പണികളൊക്കെ വിഷുവിന് വേണ്ടിയുള്ള വീട്ടിലെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലീവാണല്ലോ. ആദ്യം പറയേണ്ടത് എന്താ, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഈദ് മുബാറക്ക്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈദ് മുബാറക്ക്. അതാ വന്നിട്ട് പാടാ. അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഈ പോക്ക് ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഒരുപാട് പ്ലാൻ ചെയ്തില്ല കേട്ടോ. പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കൂല. ഇങ്ങോട്ട് വാ. പ്ലാൻ ചെയ്താൽ നടക്കൂല എന്നുള്ളൊരു ഇത് കാരണം, പേടി കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ യാത്ര ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. അവരെ കൂടെ ഞങ്ങൾ ഇന്ന് ഒരിടത്ത് കൂടുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷങ്ങൾ, അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ ഞങ്ങളെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്കു അല്ല, അപ്പം ഞങ്ങൾ പോയിട്ട് വരാ പറ. പോയിട്ട് വരാം. പക്ഷെ ഞങ്ങൾ ഇത്ര സന്തോഷം, മനസ്സിൽ അത്ര സന്തോഷിച്ചിരുന്നു. രാവിലെ എന്താ പറയുക, എല്ലാവരും അടുപ്പിലൊന്നും തീ കൂട്ടണ്ട, രാവിലെ പോവാന്നൊക്കെ ചോദിച്ചു. പക്ഷേ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടുത്തെ ഞങ്ങളെ അലക്കും കുറുക്കും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉണ്ടല്ലോ, ഇയാൾക്ക് ഇന്നലെ രാത്രി ഒരു ചുമയും പനിയൊക്കെ. രാത്രി പനി, നല്ല ചുമ. ഇത് ഇവിടെ പറ, ഇവിടെ ഇവർ കേൾക്കൂല. പനിയും ചുമയൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യം ഇവനൊന്ന് മരുന്ന് വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാം. അപ്പോൾ ഞങ്ങളെ ഗ്യാങ്ങിനെയൊക്കെ ഒന്ന് കാണണ്ടേ, ഞങ്ങളെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ അവിടെ വെച്ച് കാണാം അല്ലേ? പോവല്ലേ? എന്താ പറയണ്ടോ? ആദ്യക്കൂട്ടം പറയല്ല. ആദ്യക്കൂട്ടം അങ്ങനെയാണ്. ഓരോ സമയത്ത് പെട്ടെന്ന് കാറ്റ് പോവും. ഇനി കുറച്ച് കഴിയുമ്പം എയർ ഞങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. എയർ നിറച്ചിട്ട് കാറ്റടിച്ച് ഞങ്ങൾ ഉഷാറായിട്ട് വരും. ഓക്കെ, പോയിട്ട് വരാമെന്ന് പറ. കാണാമെന്ന് പറ, അവിടെ വെച്ച് കാണാമെന്ന് പറ. അവൻ മിണ്ടണ്ട, കൂട്ടില്ല. അപ്പോഴേ നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ. ഓക്കെ. ആദ്യക്കൂട്ടനെ അവൻ്റെ ചെരുപ്പ് പൊട്ടിയായിരുന്നേ. അപ്പോൾ അതിന് പുതിയ ചെരുപ്പിന് വേണ്ടിയിട്ട് പിണങ്ങിയായിരുന്നു അവൻ. ആശുപത്രിയിലെത്തി, ഡോക്ടറെ കാണിച്ചു. ഞാൻ ആവി പിടിക്കണം, കഫക്കെട്ട് അലർജീൻ്റെ ആളാണ്. അപ്പോൾ ആവി പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൊടു പിടിക്കാൻ ഭയങ്കര പിടിച്ചു കൊടു. ഞാനും കാണട്ടെ. കൊടുന് ആവി പിടിക്കാന്ന് പറഞ്ഞാൽ കൊടു ഇവിടെ കിടന്ന് യുദ്ധം വെട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിടിച്ച് വെച്ച് കോലുമുട്ടായി വാങ്ങിക്കൊണ്ടു പറഞ്ഞപ്പോഴാണ് ഇതാ ഇവിടെ ഇരുന്ന് നെയ്യപ്പം തിന്നോനാ. നെയ്യപ്പം ഇട്ടിട്ട് പോയി, പൊറാട്ട തിന്നാൻ പോയി. ഞാൻ നിങ്ങളെ രണ്ടാളെ ഞാൻ ശരിയാക്കും. പോയി വാഴൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പേപ്പറുണ്ട്, ചങ്ങായിയുടെ പേപ്പർ ഇട്ട് ഇനി പൊറോട്ട വേണോ? വേണോ? വേണ്ട. എന്നാൽ അവിടെ കൈ കഴിക്കുന്നു. കൈ കഴിയില്ലെങ്കിൽ പൂച്ച പറ്റിയൊക്കെ നക്കി പോയാൽ പ്രശ്നമോ? അതിന് പേപ്പർ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ പോട്ടെ.
ഞങ്ങളെ 11 മണിയൊക്കെ ആയി കുടുവിനെ കാണിച്ച് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴേ അപ്പോഴത്തേക്ക് അവർക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അമ്മ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ ഒരു വെള്ളച്ചായയും നെയ്യപ്പം കേട്ടോ വാങ്ങിയതേ. അപ്പോൾ അത് തിന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് ആ കടയിലെ ചേട്ടൻ പൊറോട്ട തിന്നുന്നത് കണ്ടത്. അപ്പോൾ കുടു ഞങ്ങളുടെ അടുത്ത് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് പൊറോട്ട വേണമെന്നും പറഞ്ഞ് വാങ്ങി തിന്നായിരുന്നു കേട്ടോ. അശ്വതിൻ്റെ വീട്ടിലേക്ക് പോകണ വഴി കേട്ടോ, നമ്മൾ സുബിച്ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകണ വഴി കേട്ടോ ഇത്. ഈ വാഴത്തോട്ടത്തിൻ്റെ പുറകിലായിട്ട് വരും സുബിച്ചേച്ചിൻ്റെ വീട്. അപ്പോൾ ഞാൻ പോണ വഴി മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ സുബിച്ചേച്ചിൻ്റെ വീട് എവിടെയാണെന്ന്. ഇവിടുന്ന് നോക്കിയാൽ കാണാം ശരിക്കും സുബിച്ചേച്ചിൻ്റെ വീട്. അങ്ങനെ സുബിച്ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഒരല്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതിയിട്ട് ഇവിടെ എത്താൻ, അശ്വതിൻ്റെ വീട്ടിലെത്താൻ. അങ്ങനെ എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടി കുടുവിന് കുറേ ചേച്ചിമാർ കിട്ടി. കുടു എല്ലാവരും കൂടെ കളി കേട്ടോ. പൊട്ടിക്കടാ പടക്കം തീർന്നോ? ആണോ? ഞങ്ങൾ കൂട്ടത്തിൽ രണ്ടാൾക്കൊരു മടിയായിരുന്നു കേട്ടോ വീഡിയോയിൽ വരാനേ. അത് കാരണം പിന്നെ ഞാൻ വന്നപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് രമ്യ വന്നത്. മോനുട്ടാ ഹാപ്പി ബർത്ത്ഡേ. ഇത് കണ്ടോ, ഇവിടുത്തെ ഇയാളാണ് ആ നിൽക്കണത്. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് കേട്ടോ. എല്ലാവരും എല്ലാ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, എല്ലാം പറഞ്ഞു തരും, എല്ലാത്തിനും അവർ കൂടെ ഉണ്ട്. പക്ഷേ അശ്വതി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ നീല ചുരിദാറിട്ടില്ലേ, അവളാണ് അശ്വതി. അവൾ പറയണ എന്താ വെച്ചാൽ അവൾ കല്യാണ വീഡിയോയിൽ പോലും അവൾ മര്യാദയ്ക്ക് നിന്നിട്ടില്ല എന്നാണ് അവൾ പറയണത്. വീഡിയോ പിടിക്കാൻ പോലും അവൾ സമ്മതിച്ചിട്ടില്ല എന്നവൾ ഓടി മറിഞ്ഞു കേട്ടോ. പിന്നെ ദീപയ്ക്കും ചെറിയൊരു മടിയാണ്. മതി 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 ഒരു കരങ്ങത്തി ഉണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ മോനുട്ടാ, ഹാപ്പി ബർത്ത്ഡേ. അശ്വതിൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിക്കാണ് അവൾ ഞങ്ങളെ വിളിച്ചത്. പക്ഷേ ഇതൊരു വെഡിങ് ആനിവേഴ്സറി മാത്രമായിരുന്നില്ല കേട്ടോ. പെരുന്നാളിൻ്റെ ആഘോഷം, വിഷുവിൻ്റെ ആഘോഷം, മോനൂട്ടൻ്റെ പിറന്നാളും കൂടിയായിരുന്നു. എടാ മേത്ത് പള്ളി മാറിക്ക്, വിട്ടേക്ക് ഒന്നും പറ്റിക്കില്ലേ. പൊള്ളിക്കില്ല വിട്ടേക്കണേ. ഓരോരുത്തർ വിട്ടേക്ക്. എടാ മക്കളെ ഓരോരുത്തർ മാറി നിക്ക്. മക്കള് നല്ല സന്തോഷത്തിലാണ്. ഒത്തിരി കത്തിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. പൂത്തിരി തീർന്ന സങ്കടത്തില്ല അവര്. പൂത്തിരിയൊക്കെ തീർന്നു പോയി. എല്ലാരും ഊരക്ക് കൈ പിടിച്ചേക്കുണ്ട്. കൊടു കൊടും 2 വണ്ടി കിട്ടി. ഇങ്ങോട്ടാ വണ്ടിയും കൊണ്ട് പോണേ? അവിടെ ഇച്ചാൻ പോവുകയാണോ? ശരിക്കും മക്കളും വലിയവരൊക്കെ ആസ്വദിച്ചു കേട്ടോ വിഷുവും പെരുന്നാളും. ഞങ്ങളെ ഈ ഗ്രൂപ്പ് LP സ്കൂളിലെ 1ാം ക്ലാസ്സിൽ ഒരു കരോത്സവം, ക്രിസ്മസിന് ഒരു കരോത്സവത്തിൻ്റെ മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ കരോത്സവം ഞങ്ങളെല്ലാവരും കൂടെ പങ്കെടുത്ത് പാടി. അതിനൊക്കെ വസ്ത്രമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. എന്തൊക്കെയോ കാണിച്ചു. അപ്പോൾ ആ സോങ്ങാണ്
ഈ ഗ്രൂപ്പിന് കാരണം. ഇത് എവിടെ ക്യാമറ എവിടെയാ? അപ്പോൾ ആ പാട്ട് ഞങ്ങളെല്ലാവരും കൂടി 4 വരി പാടാട്ടോ. ഇതിലൊരു പാട്ടുകാരി ഉണ്ട് കേട്ടോ, അശ്വതി നല്ലപോലെ പാടും. അശ്വതി നല്ല സൂപ്പറായിട്ട് പാടും കേട്ടോ. പാടടി എടി പാടടി. അത് ആ പാട്ട് പാടണേ, കാണുന്നില്ലല്ലോ എടി, പാടണേ. റെഡി? കാണുന്നുണ്ടോ? എല്ലാരും കാണുന്നുണ്ടോ? അവിടെ നിൽക്കുക സെക്കൻഡ്. ക്യാമറ വാങ്ങണം. ഡോളർ ക്യാമറയോ ഏതെങ്കിലും വാങ്ങാം നമുക്ക്. ഡോളർ വരട്ടെ നമുക്ക് വാങ്ങണം. എടി വെളിച്ചം ദുഃഖമാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ആനന്ദധ്വനി മുഴങ്ങി വീണമോടെ പാട്ടുപാടാം രാജാതിരാജനിന്ന് ആനന്ദധ്വനി മുഴങ്ങി. അത്രയാണോ? ബാക്കി എല്ലാരും അടുത്തൊരു പാട്ട് പാടിക്ക്. ഞാൻ നോക്കാം. അടുത്തൊരു പാട്ട് അടിപൊളി പാട്ട്. ഞാൻ പറയുന്നത് ഞാൻ വഴിയില്ല ജിയോ മാത്രമേ കിട്ടൂ. എങ്ങനെയെങ്കിലും ഒരു വഴി എടുക്കും. ഒറ്റ വരി കിട്ടൂല. ഏത് പാട്ടാ വേണ്ടത്? ചെമ്പരത്തി മതിയോ? അറിയാതെ പഴയ സിനിമ പാട്ട്. പഴയ സിനിമ ചെമ്പരത്തി. ഞാൻ അവിടെ പോവാ. അവൻ എങ്ങനെയൊക്കെ അവിടെ എടാ ആദ്യം വരുന്നു. കുടുവടെ നിന്റെ നാത്തൂനെ വിളിച്ചുകൊണ്ടിരുത്തേ. നാത്തൂനെ വാ, നാത്തൂനെ. അത് മാത്രം ആദ്യത്തെ ഈ ചിന്തുപാട്ട് പാടാൻ വേണ്ടിട്ട് ഞാൻ അമ്പലത്തിൽ മറ്റേ പാട്ട് പാടി കേൾക്കണോ? വേണ്ടത് മാത്രം വാങ്ങിയാൽ മതി. വേണ്ടാത്ത പറയണേ. വെള്ളം പോരാ വെള്ളം എഴുതാൻ കള്ളന്മാര് വരിങ്ങ പോയി ചെമ്പുകുടാനും മുമ്പിൽ വരേണം. ആഴന്മാരെ വാഴന്മാരെ വാഴയ്ക്കായി മതിയായില്ല. മുപ്പറകൊള്ളും ഉപ്പേരിക്ക് മുറിക്കണം. മാങ്ങക്കാടിയ വെക്കണമെങ്കിൽ തേങ്ങ അരച്ചത് മതിയായില്ല. കുഞ്ഞിതപ്പേക്കേ അടിപൊളി അല്ലേ? ആദ്യം തൊട്ട് കിട്ടിയില്ല. ഒന്നും കൂടെ ഒരു പാട്ടും കൂടെ പാടി. വേറെ ഒന്നും കൂടി പാടി. കുഞ്ചൻ നമ്പ്യാരെ പാട്ടൊക്കെ പാടി തന്നു കേട്ടോ. നമ്മുടെ അച്യുതേട്ടൻ, അശ്വതീൻ്റെ അച്ഛനാണ്. പാട്ട് പാടി തന്നു. പിന്നെ പോർക്കലി ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചൊരു പാട്ട് പാടി തന്നു. അത് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാട്ട്. ഇതേതാടി? അടപ്രഥമനാട്ടോ. സൂപ്പർ പായസം. എന്റെ നെറുകിലേക്ക് ആ പൊന്തൂവൽ വെച്ചോളൂ. ഇത് ഈ പൊന്തൂവൽ ഇവിടെ നെറുകിൽ വെക്കാന്ന് അശ്വതി ഉണ്ടാക്കിയത്.
അങ്ങനെ നല്ല സദ്യ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പായസം കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഇരുന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അശ്വതീൻ്റെ അച്ഛൻ കൊല്ലപ്പണിയാണ് കേട്ടോ. പണ്ടത്തെ രീതിയിൽ ആയുധങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ മക്കൾ കുറേ നേരം അവിടെ ഇരുന്ന് കണ്ടു കേട്ടോ. അങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. വളരെ സന്തോഷത്തോടു കൂടിയുള്ളൊരു ദിവസം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. മക്കളും സന്തോഷിച്ചു, ഞങ്ങളെല്ലാവരും. സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ഇല്ലേ ഗ്രൂപ്പി? എന്റെ മോൻ നോക്കിയേ വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട, വീഡിയോയാ. അയ്യോ അതല്ല ഞാൻ സന്തോഷമായെന്ന് ചോദിച്ചേ. ഇന്നത്തെ നമ്മളെ വരവ് ഉഷാറായില്ലേ? അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ കൊച്ചു സന്തോഷം കഴിഞ്ഞില്ലേ, നിർത്തല്ലേ? ഞങ്ങളെല്ലാവരും പിരിയാണ്, യാത്രയാവുകയാണ്. ഞങ്ങളെ കൊച്ചു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ 2 വർഷമായിട്ടൊരു ടൂറ് പ്ലാൻ ചെയ്യുന്നു. ഈ പെണ്ണുങ്ങളെല്ലാം ഒരു സ്ഥലം പറയും ഒരാൾ, ഒരു സ്ഥലം വേറെ ആൾ പറയും. ഇതുവരെ നടന്നിട്ടില്ല. ഇനി അടുത്ത് തന്നെ ഞങ്ങളൊരു ടൂർ പോകില്ലേ റൂബി? ഞങ്ങൾ പോകും. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇടാം. അതെ, നമ്മൾ നിലമ്പൂര് കണ്ടോ, ഇതാണ് അവസ്ഥ. അതെ, ഇത് ഞങ്ങൾ ഒരാൾ പറയും വയനാട് പറയും, ഒരാൾ പറയും തുഷാര. ഇങ്ങനെ ഞങ്ങൾ ഓരോ ദിവസം ഓരോ സ്ഥലം പറയും. അങ്ങനെ അവസാനം പറയുന്ന തൽക്കാലം ഈ മാസം വേണ്ട, അടുത്ത മാസം. അങ്ങനെ മുടങ്ങി അടുത്ത വർഷം എന്താണേലും അടുത്ത മാസം ഞങ്ങൾ പോകുന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ സന്തോഷം ഇവിടെ അവസാനിച്ചു. ഇപ്പോൾ സമയം 4 മണിയായില്ലേ? 4 മണിയായി. ഇനി ഇവരൊക്കെ പറയണെന്ന് വെച്ചാൽ കെട്ടിയന്മാർ വീട്ടിൽ ചെന്നാൽ ശരിയാക്കും. ഈ 2 വിളി ഇല്ല കേട്ടോ. ആരും ഒന്നും പറയില്ലേ. ഞങ്ങളെ ഗ്രൂപ്പിനെ ആരും വലിയ പ്രശ്നക്കാരല്ല. അപ്പം ഞങ്ങൾ പിരിയാണ്. ഫുൾ സപ്പോർട്ട്. അതെ ഫുൾ സപ്പോർട്ട്. അപ്പൊ താങ്ക് യു എടി അശ്വതി, താങ്ക് യു. അശ്വതിക്ക് ക്യാമറയിൽ വരാൻ ഭയങ്കര മടിയാട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ പിടിക്കാഞ്ഞത്. എവിടെ ഫോട്ടോഷൂട്ട്? കണ്ടോ, എന്നെ കൂട്ടാതെ ഇവർ ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഇതൊക്കെ ചതിയല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.